എല്ലാവർക്കും നമസ്കാരം. ഈ പൊരിയുന്ന മഴയത്ത് നല്ല ഗംഭീര മഴയാണ്. ഈ ഒരു കൃഷ്ണാനുഭവം നിങ്ങളോട് വായിക്കുകയാണ്. ചെറിയ കൃഷ്ണാനുഭവം കുറച്ച് വാക്കുകളിലാണ് ഞാൻ വായിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു. എൻ്റെ വീട് തിരുവനന്തപുരം വെള്ളനാടാണ്. ഞാൻ കഴിഞ്ഞ മാസം ഗുരുവായൂർ 1:30 വരി നിന്ന് 4:25 ദർശനം കിട്ടി. എനിക്ക് 21 പ്രദക്ഷിണം എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പ്രദക്ഷിണം വെച്ചു. ഒരു 15 ആയപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എല്ലാവരും ഭഗവാന്റെ ഓരോ അനുഭവങ്ങൾ പറയുന്നു. ഞാൻ ഇത്രയും പ്രദക്ഷിണം വെച്ചിട്ട് എൻ്റെ അടുത്ത് എൻ്റെ കണ്ണനൊന്നും വന്നില്ലല്ലോ. അപ്പോൾ കാവ്യ മുണ്ടെടുത്തിട്ട് കാവ്യ നേരിയതുമായിട്ടുള്ള ഒരാൾ എൻ്റെ കയ്യിൽ കുറച്ച് മലര് തന്നു കേട്ടോ. എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ കിട്ടിയ അനുഭവം എന്താണെന്നറിയില്ല. ഞാൻ വന്ന് കൊടിമരത്തിൻ്റെ അടുത്ത് എല്ലാം നോക്കി. ഞാൻ അവിടെ ഒന്നും ആരെയും കണ്ടില്ല. അത് ഭഗവാനായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. 21 പ്രദക്ഷിണത്തിൽ ഞാൻ 15 പൂർത്തിയാക്കിയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 21 പ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നത് ഗുരുവായൂർ അത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ വെറുതെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടല്ല ആ പ്രദക്ഷിണം വെക്കേണ്ടത്. ഭഗവാൻ നാമം ജപിച്ചുകൊണ്ട് 21 പ്രദക്ഷിണം വെക്കുക. ഇപ്പം ഈ സഹോദരി പറഞ്ഞതുമാതിരി 15 പ്രദക്ഷിണമായപ്പോൾ മനസ്സിലറിയാതെ പറഞ്ഞതാണ്, എനിക്കൊരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഭഗവാനൻ. അപ്പോഴാണ് ആരോ ഒരാൾ കുറച്ച് മലര് കൊണ്ടു കൊടുത്തു. ഭഗവാൻ പറഞ്ഞതായിരിക്കില്ലേ ഈ മലരൊന്നും ആ കുട്ടിക്ക് കൊടുത്തു വരൂ എന്നുള്ളത്. എന്താ കഥ! ഇതൊക്കെയാണ് അനുഭവം എന്ന് പറയുന്നത്. എത്ര പെട്ടെന്നാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമുണ്ട് എല്ലാ മാസവും. ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.